നടക്കാൻ നിർബന്ധിതരാകുന്ന കേൾക്കുന്ന ഓരോ ആളുകളെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകളോടുകൂടി തീരുമാനത്തോടുകൂടി പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാനിത് ആദ്യം സൂചിപ്പിച്ചത് ഈ ധൂർത്ത് ഇവിടെ കൂടുതലാണ് എന്നതാണ് ഈ വിഷയത്തിന്റെ ശീർഷകം തന്നെ നമ്മോട് സൂചിപ്പിക്കുക. യഥാർത്ഥത്തിൽ വിവാഹ ധൂർത്ത് എന്നത് കണ്ണൂർ ജില്ലയ്ക്ക് മാത്രമുള്ള ഒരു പൈതൃകമല്ല. നമ്മുടെ കേരളത്തിൽ മുസ്ലിമീങ്ങളെല്ലാ സഹോദര സമുദായങ്ങൾ അധിവസിക്കുന്ന എല്ലാ ഭാഗങ്ങളിലും വിവാഹം എന്നത് ഒരു ആർഭാടമായി, വിവാഹച്ചന്തയിൽ മാത്സര്യബുദ്ധിയോടെ കോടികൾ എറിഞ്ഞ് പകിട കളിക്കുക എന്നത് സമുദായത്തിന്റെ മേൽവിലാസത്തിൽ ഒരു മനുഷ്യന്റെ സാമ്പത്തിക മേൽവിലാസം എന്തെന്നറിയണമെങ്കിൽ അവന്റെ മകളുടെയും മകന്റെയും വിവാഹം എങ്ങനെയാണ് നടന്നത് എന്ന് ചിന്തിച്ചാൽ മതി എന്ന ഒരു മാനദണ്ഡത്തിലേക്ക്, ഒരു മാപിനിയിലേക്ക് നമ്മുടെ ഒരു സമൂഹത്തിന്റെ സാമ്പത്തിക മാനദണ്ഡ അളവുകോല് തന്നെ മാറി നിൽക്കുമ്പോ യഥാർത്ഥത്തിൽ വിവാഹ ധൂർത്ത് എന്നത് കേരളത്തെ മുഴുവനും വ്യാപിച്ച ഒരു വലിയ മഹാ ക്യാൻസറാണ്. അത് കണ്ണൂർ ജില്ലയിലെ മാടായി പഞ്ചായത്തിലെ പുതിയങ്ങാടി എന്ന് പറയുന്ന ഈ സ്ഥലത്തിന്റെ മാത്രം ഒരു ധൂർത്തല്ല. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഈ വിവാഹ ധൂർത്ത് എങ്ങനെയാണ് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നത് എന്നത്. എവിടെയാണ് വിവാഹം ധൂർത്താണ് എന്ന കാര്യത്തിൽ ആർക്കും യാതൊരുവിധ രണ്ടഭിപ്രായം ആർക്കുമില്ല. പക്ഷേ എവിടെ നിന്നാണ് ഈ വിവാഹത്തിൽ ഇത്രയേറെ വലിയ അനാചാരങ്ങൾ കടന്നുകൂടിയത്? എവിടെ നിന്നാണ് നാം ഇതിനെ കടമെടുത്തത്? എങ്ങനെയാണ് വിവാഹ ധൂർത്ത് കടന്നു വരാനുള്ള കാരണം എന്താണ്? യഥാർത്ഥത്തിൽ ഒരു വിവാഹ ആലോചന, ഞാൻ എന്റെ പതിവ് ശൈലിയിൽ നിന്ന് വിട്ട് സമയത്തിന്റെ പരിമിതി കൊണ്ട് ആ വിഷയത്തിലേക്ക് മാത്രം ഞാൻ കടന്നു പോവുകയാണ്. വേറെ ഒരു ആമുഖങ്ങളും പറയുന്നില്ല. വെളിയിൽ നിൽക്കുന്ന സഹോദരങ്ങൾ അകത്തോട്ട് കയറിയിരുന്നാൽ വെളിയിൽ ഗതാഗത ബ്ലോക്കുണ്ട്. അതുകൊണ്ട് വെളിയിൽ നിൽക്കുന്നവർ അകത്തോട്ട് കയറി നിൽക്കുക. 2 മണിക്കൂറെ ഞാൻ സംസാരിക്കും. 2 മണിക്കൂറിനപ്പുറം എന്റെ വിഷയം തീർന്നാലും ഇല്ലെങ്കിലും, പണ്ടാരോ പറഞ്ഞ പോലെ മരിച്ചാലും മരിച്ചില്ലെങ്കിലും അസർ നടക്കുമെന്ന് പറഞ്ഞ മാതിരി വിഷയം തീർന്നാലും ഇല്ലെങ്കിലും 2 മണിക്കൂറിന് വഅദ് അവസാനിക്കും. കണ്ണൂരിൽ നിന്ന് 24 കിലോമീറ്റർ അപ്പുറയാണ് ഈ നാടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞെങ്കിൽ ഞാൻ വരുമായിരുന്നില്ല. രണ്ടാമത് സുൽത്താൻ പാലം കണ്ടതോടുകൂടി ഏതാണ്ട് ഈ ഭാഗത്തിന്റെ അവസ്ഥയും മനസ്സിലായി. ഒരു നാടിനൊരു അടയാളം ഉണ്ടാവുമല്ലോ. സുൽത്താൻ പാലം പുതിയങ്ങാടിയുടെ ഒരു അടയാളമാണ് മാടായി പഞ്ചായത്തിന്റെ. അപ്പോ ഇത്രയും ദൂരത്ത് യാത്ര ചെയ്തു വന്നിട്ട് ഒരു ആമുഖം പറഞ്ഞ് ഞാൻ ആ ഭാഗത്തേക്ക് ഒരു വിഷയത്തിന്റെ പ്രാധാന്യത്തിലേക്ക് കടക്കാം. ഒരാമുഖം ഇതിന് തീർത്ത് ആവശ്യമില്ലതാണ്. പരലോകം പറയണമെങ്കിൽ ദുനിയാവിനെ കുറിച്ചൊന്ന് പറഞ്ഞിട്ടേ പരലോകം പറയാൻ പറ്റൂ. വിവാഹം പറയണമെങ്കിൽ അതിന്റെ മുമ്പ് ഒന്നും പറയേണ്ടതില്ല. ഈ ധൂർത്ത് എങ്ങനെ കടന്നു വന്നു എന്ന് മാത്രം ഒന്ന് ചിന്തിച്ച് നാം ഒരു മുസ്ലിമായി ജീവിക്കണോ, അതല്ല നമ്മുടെ ജീവിതത്തിന്റെ സത്യപ്രതിജ്ഞ നിറവേറ്റണോ എന്ന ഒരൊറ്റ കാര്യത്തെ നമ്മൾ ചിന്തിച്ചാൽ മതി. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ ഉറക്കെ. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ധൂർത്തിന്റെ പരിണിത ഫലങ്ങളൊക്കെ എന്റെ ബഹുമാനനായ സുഹൃത്ത് നജീബ് വാക്കവി വളരെ സവിസ്തരമായി പറഞ്ഞു കഴിഞ്ഞു. നല്ല സുന്ദരമായ ശബ്ദത്തിൽ അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. എന്റെയൊക്കെ സൗണ്ട് ഈ പറഞ്ഞു പറഞ്ഞു പുറത്തൊക്കെ തഴമ്പിച്ചു. അള്ളാഹു നമുക്ക് നല്ലത് പറയാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എവിടെ നിന്നാണ് ഇത് കടന്നു വന്നത്? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ നമുക്ക് പരിചയപ്പെടുത്തുമ്പോൾ ആ ഖുർആൻ വളരെ വ്യവസ്ഥാപിതമായി നമ്മോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിവാഹം. അള്ളാഹു ഒരു മനുഷ്യ ജീവിതത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ പറയുമ്പോ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു മനുഷ്യന്റെ പ്രാരംഭ കാലഘട്ടം മുതൽ അവന്റെ അവസാനം വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വിവാഹത്തെക്കുറിച്ച്. ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഹുവല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ
وجعل منها زوجها ليسكن إليها فلما تغشاها حملت حملا خفيفا فمرت به. അല്ലാഹു പറയുകയാണ്, ഹുവല്ലദീ, അല്ലാഹു ആരെന്നറിയുമോ? അല്ലാഹു ആരെന്നറിയുമോ? അവൻ ആരാണെന്ന് നിങ്ങൾക്ക് പരിചയമുണ്ടോ? പടച്ച തമ്പുരാന് ഈ അഖിലലോക ബ്രഹ്മാണ്ഡ കടാഹത്തെ മുഴുവനും രണ്ടക്ഷരം കൊണ്ട് ലോകത്ത് പടച്ചു നിർത്തുകയും ഈ ലോകത്ത് മുഴുവനും ഈ അഖിലലോക ബ്രഹ്മാണ്ഡ കടാഹത്തെ രാപകലുകൾ വ്യതിയാനങ്ങളില്ലാതെ, ഈ ഭൂമിക്ക് തള്ളലില്ലാതെ തട്ടലില്ലാതെ, ഈ പ്രപഞ്ചത്തെ നിയതമായൊരു നിയമവ്യവസ്ഥതയിലൂടെ ലോകത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ തന്റെ തദ്ബീർ കൊണ്ട് പരിപാലിച്ചു പോകുന്ന അല്ലാഹു ആരെന്ന് നിങ്ങൾക്കറിയുമോ? അവൻ ആകാശത്തെ മാറി സൃഷ്ടിച്ചവനല്ല. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ അല്ലാഹു പരിചയപ്പെടുത്തുമ്പോ ഈ പ്രപഞ്ചത്തിന്റെ, ഈ ഭൂമിയുടെ ഏതാണ്ട് 10 ലക്ഷത്തോളം ഭൂമിയെ ഒരുമിച്ചിട്ട് അമ്മാനമാടാൻ പറ്റുന്നത്രയും വിശാലതയുള്ള ഈ സൂര്യനെ മാത്രം പടച്ചവനല്ല, ഈ ഭൂമിയെ മാത്രം പടച്ചവനല്ല, ഈ കാണുന്ന അലമുറിയാത്ത അലമാലകളെയും ഈ കാണുന്ന കടലുകളെയും പടച്ചവൻ മാത്രമല്ല, ഈ താരാപഥങ്ങള്, ഈ നെബൂലകള്, ഈ ഗാലക്സികള്, ഈ വിദ്യുത്തോടുന്ന ആയിരക്കണക്കിന് കോടാനുകോടി താരകങ്ങള്, അത് മാത്രം പടച്ചവനല്ല നിന്റെ തമ്പുരാൻ. അവൻ ആരെന്നറിയുമോ? അല്ലാഹു ആരെന്നറിയുമോ? അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. അല്ലാഹു പറയുകയാണ്, മാനവാ 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 മാനവാ, ഒരേ ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നും നിന്നെ പടച്ചത് ഞാനാണടാ. ഒരാളിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും നിനക്ക് സൃഷ്ടിപ്പ് തുടങ്ങിയവൻ ഞാനാണ്. എന്തിനെന്നറിയുമോ? അല്ലാഹു തുടങ്ങുകയാണ്, സഹോദരങ്ങളെ, എന്തിനാണ് പെട്ടെന്ന് ഞാനിത് പറഞ്ഞു പോകുന്നത്? ഒരു മനുഷ്യന്റെ തുടക്കം മുതൽ അവന്റെ ആവിർഭാവ കാലഘട്ടം മുതൽ അല്ലാഹു പറയുകയാണ്, അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. ഒരു ആണിൽ നിന്ന്, ഒരാണിന്റെ മുതയിൽ നിന്ന് ഒരു പ്രാവശ്യം ശ്രമിക്കപ്പെടുന്ന 20 കോടി മുതൽ 40 കോടിയോളം വരുന്ന ബീജത്തുള്ളികളിൽ നിന്ന് ഒരേ ഒരു ബീജത്തുള്ളിയെ 8 സെന്റിമീറ്റർ നീളമുള്ള 10 സെന്റിമീറ്റർ വ്യാസമുള്ള നിന്റെ മാതാവിന്റെ അണ്ഡാശയത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് 40 കോടിയോളം വരുന്ന ബീജങ്ങളിൽ നിന്ന് ഒരേ ഒരു ബീജത്തെ മാത്രം തിരഞ്ഞെടുത്ത് അത് ഈ സ്ത്രീയുടെ അണ്ഡാശയത്തിന്റെ ഉള്ളിലേക്ക് കയറ്റിവിട്ട് അവസാനം അതിന് രൂപപരിണാമം നൽകി, അതിനെ അലക്കയായി, നുത്ഫയായി രൂപപരിണാമങ്ങൾ നടത്തി അവസാനം ഒരു മനുഷ്യ ജന്മമായി ഭൂമിയിലേക്ക് നിന്നെ പിറത്തുവിട്ടപ്പോ അല്ലാഹു പറയുകയാണ്, നിന്റെ ജീവിതം തുടങ്ങുകയല്ലയോ? ആ ജീവിതത്തിന്റെ പ്രയാണങ്ങൾ കടന്നു പോകുമ്പോ നീ പ്രായപൂർത്തിയായി കഴിയുമ്പോ, പക്വതയും പാകതയും നിനക്ക് എത്തിക്കഴിയുമ്പോ അല്ലാഹു പറയുകയാണ്, വജഅല മിൻഹാ സൗജഹാ. നീ ജീവിച്ചാൽ പോരാ, നീ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടവനല്ല, ഇനി ഒറ്റയ്ക്ക് നീ നടന്നു പോകേണ്ടവനല്ല. പൊന്നുമോനെ, പൊന്നുമോളെ, വജഅല മിൻഹാ സൗജഹാ. നിന്റെ ശരീരത്തിൽ നിന്ന് നിനക്ക് ഞാൻ ഉടനെ തിരഞ്ഞുപിടിച്ച് നൽകുകയാണ്. നീ ഒരു ആണാണെങ്കിൽ ഒരു പെണ്ണ് വേണം, ഒരു പെണ്ണാണോ നിനക്കൊരു പുരുഷന്റെ തുണ വേണം. നിന്റെ വിവാഹ പ്രായത്തിന് നീ എത്തിയെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എത്ര സുന്ദരമായിട്ടാ ഖുർആൻ പറയുക. മോനെ, അല്ലാഹു നിനക്ക് ജന്മം നൽകി, ആകാശത്തെ പടച്ചതുപോലെ, ഭൂമിയെ പടച്ചതുപോലെ, എല്ലാത്തിനെയും പടച്ചതുപോലെ. യഥാർത്ഥത്തിൽ ആകാശത്തെ പടയ്ക്കാൻ അല്ലാഹുവിന് പദാർത്ഥമൊന്നും വേണ്ടില്ല. ഇത് അറാദ ശൈഅൻ യഖൂല ലഹു കുൻ ഫയകുൻ. കുൻ എന്ന് പറഞ്ഞാൽ ആകാശമായി, ഭൂമിയായി. ബൈബിൾ പറഞ്ഞതുപോലെ ആദിയിൽ ഭൂമിയുണ്ടായി, അതിന് മുകളിൽ ദൈവം പിന്നീട് വിശ്രമിച്ചു. ഖുർആൻ പരിചയപ്പെടുത്തുന്ന ദൈവത്തിന് വിശ്രമമില്ല. ആകാശത്തിന്റെ സൃഷ്ടിക്ക് ശേഷം ഭൂമിയുടെ സൃഷ്ടിപ്പിന്റെ ഇടയിൽ ദൈവം വിശ്രമിച്ചു എന്ന് പുറപ്പാട് പുസ്തകത്തിൽ കാണാം ബൈബിളിൽ. പക്ഷെ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ദൈവത്തിന് വിശ്രമമില്ല. അല്ലാഹുല്ലദീ ഖലഖ സബഅ സമാവാതിൻ വമിനൽ അർളി മിത്ലഹുന്ന. ഈ 7 ആകാശത്തെയും 7 ഭൂമിയെയും, ഗഗനത്തെയും ഭുവനത്തെയും ആകാശത്തെയും ഭൂമിയെയും ഈ കാണുന്ന സർവ്വചരാചരങ്ങളെയും അല്ലാഹുല്ലദീ ഖലഖ സമാവാതി വൽ അർള ഫീ 6 അയ്യാം, 6 ദിവസം കൊണ്ട് ഈ സൃഷ്ടിപ്പിനെ പൂർത്തിയാക്കിയ തമ്പുരാൻ ആകാശത്തെ പടച്ചതുപോലെയല്ല മനുഷ്യനെ പടച്ചത്, ഭൂമിയെ പടച്ചതുപോലെയല്ല മാനവ നിന്നെ പടച്ചത്. അല്ലാഹു നക്ഷത്രങ്ങളെ പടച്ചതുപോലെയല്ല മനുഷ്യ നിന്നെ പടച്ചത്. അല്ലാഹു നിന്നെ പടച്ചത് ഒരു ആണിനെയും പെണ്ണിനെയും തമ്മിൽ സംയോജിപ്പിച്ചിട്ടാണ്. ഫല്യൻദുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ്. നീ എവിടെ നിന്നാണ് നിന്നെ സൃഷ്ടിച്ചത്? നിന്റെ പിതാവിന്റെ മുതുകിൽ നിന്ന്. പിന്നീട് അവിടുത്തെ ജീവപരിണാമത്തിന്റെ രൂപപ്രക്രിയയിലൂടെ കടന്നു വന്ന് അവസാനം, അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല, മാതാവിന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിലേക്ക്. ഖുർആന്റെ ഭ്രൂണശാസ്ത്രം വല്ലാത്ത ശാസ്ത്രമാണ്.
നാളെ കോഴിക്കോട് അണ്ടിക്കോട് ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. ഖുർആൻ അത്ഭുതങ്ങളുടെ കലവറ, ബർമുഡ ട്രയാങ്കിൾ അടക്കം, പസഫിക്കിലെ രഹസ്യങ്ങളടക്കം ഖുർആന്റെ കവാടം തുറക്കുന്ന കാര്യം ഇൻഷാ അല്ലാഹ് നാളെ നിങ്ങൾ ആളും വരണ്ട. നാളെ നൗഷാദ് ബാക്കി ഇവിടെ പ്രസംഗിക്കുന്നുണ്ട്. നിങ്ങളാരും വരണ്ട, നിങ്ങൾ അങ്ങോട്ട് വിളിച്ചു എന്ന് കരുതണ്ട. പക്ഷെ വിഷയം ഇതാണ്, ബർമുഡ ട്രയാങ്കിൾ അമേരിക്കയുടെ മിയാമി വിമാനത്താവളത്തിൽ നിന്ന് 700 കിലോമീറ്ററേ ബർമുഡ ട്രയാങ്കിളിലേക്കുള്ളൂ. ഇന്നേ വരെ ഒരു ടെലസ്കോപ്പ് പോലും അങ്ങോട്ട് തിരിഞ്ഞു പോയിട്ടില്ല. 20 വിമാനങ്ങൾ മുകളിലൂടെ പറന്നുപോയി, ഒരെണ്ണത്തിന്റെ പോലും തുരുമ്പ് കിട്ടിയിട്ടില്ല. 4 കപ്പലുകൾ 300-ലധികം യാത്രക്കാരുമായി പോയി, ഒരൊറ്റ കുട്ടി പോലും തിരിച്ചു വന്നിട്ടില്ല. ഖുർആൻ എന്ത് പറയുന്നു? ഇൻഷാ അല്ലാഹ് നാളെ കോഴിക്കോട് ഞാൻ സംസാരിക്കുന്നുണ്ട്. ഖുർആൻ അത്ഭുതങ്ങളുടെ കലവറ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, വളരെ സുന്ദരമായി ഈ ആളുകൾക്ക് ഇനി ഇരിക്കാൻ കസേരയില്ല, അവിടെ നിൽക്കാതെ ഇങ്ങോട്ടോ നല്ല വിശാലമായ മണലാണ്. അപ്പുറത്ത് എന്താ ഒരു ആരവം കേൾക്കണം, ഒരു ഇരമ്പല്. കടല ട്രെയിനാണ്. നിന്നെ സൃഷ്ടിച്ച് അവസാനം ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നിന്നെ അള്ളാഹു സൃഷ്ടിച്ചത്. ആണും പെണ്ണും തമ്മിലുള്ള ആ ബന്ധം ഖുർആൻ പറയുന്നു, നീ ജീവിതത്തിന്റെ വഴിത്താരയിലേക്ക് വന്നു, നിനക്ക് പ്രായപൂർത്തിയായി. വജഅല മിൻഹാ സൗജഹാ, ഇവിടെ നിന്നാണ് വിവാഹത്തിന്റെ സങ്കല്പം ഖുർആൻ പറയുക. അള്ളാഹു നിന്റെ ശരീരത്തിൽ നിന്ന് തന്നെ നിനക്കൊരു ഇണയെയും അള്ളാഹു തീരുമാനിച്ചു തന്നു. എല്ലാവരും ഒന്ന് ഇരിക്കണം, എന്നാലേ സംസാരിക്കാൻ പറ്റും. നിങ്ങളിങ്ങനെ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാവും സംസാരിക്കാൻ പറ്റും. ഇല്ലാത്തവർ മണലിരുന്നോട്ടെ, നല്ല സുന്ദരമായ മണലല്ലേ. ഇതുവരെയൊക്കെ കസേര ഇരുത്താൻ വേണ്ടി ശ്രമിച്ച സംഘാടകർ നഷ്ടത്തിലാവും. അവിടെ തന്നെ ഇങ്ങോട്ട് ഇരിക്കാൻ നല്ല സൗകര്യം ഉണ്ടല്ലോ. ശരി, ഇങ്ങോട്ട് നോക്കും, വിഷയങ്ങളല്ല ഇങ്ങോട്ട് പോകും. പിന്നീട് അള്ളാഹു പറയുന്നു, നിന്നിൽ നിന്ന് തന്നെ അള്ളാഹു നിനക്ക് വിവാഹത്തിന് വേണ്ടി ഒരു ഇണയെയും അള്ളാഹു തെരഞ്ഞെടുത്തു തന്നു. എന്നിട്ട് ഖുർആൻ പറയുകയാണ്, ഇവിടെയാണ് നമ്മുടെ വിഷയം. എന്തിനാണ് നിങ്ങൾ വിവാഹം കഴിക്കുന്നത്? എന്തിനാ? 20-25 വയസ്സായാൽ ഒരു ആണിന് ഒരു പെണ്ണിന് തുണയായി വേണം, അവൻ തന്നെ ജീവിച്ചാൽ പറ്റില്ല. 18 വയസ്സായാൽ ശബ്ദം ഉണ്ടാക്കല്ലേ, അവരൊക്കെ നല്ല അനുസരണയുള്ളവരാണ് എന്നാണ് എന്റെ തെറ്റിദ്ധാരണ. അപ്പൊ എല്ലാവരും അവിടെ സന്തോഷത്തോടെ ഇരിക്കും. അള്ളാഹു തൗഫീക്ക് നൽകണം. അപ്പോ വിവാഹപ്രായം പെണ്ണിനാണെങ്കിൽ ഒരു 18 വയസ്സെത്തിയാൽ, ഇവിടെയൊക്കെ എത്ര വയസ്സിലാണ് സാധാരണ വിവാഹം? 14, 16. നമ്മുടെ ഭാഗത്തോട്ടൊക്കെ ഒരു 18, ഇവിടെയൊക്കെ 16. വെറുതെ അല്ല പ്രശ്നം, 16. അപ്പൊ 16 വർഷമാകുമ്പം വീട്ടിലൊരു അറയൊക്കെ ഉണ്ടാക്കി. കണ്ണൂരുകാർ ഇതേവരെ മദ്രസയിൽ 1-ാം ക്ലാസ് കഴിഞ്ഞിട്ടില്ല. അറ, ഇറ, ഉറ, പറ. അപ്പൊ അറയൊക്കെ ഉണ്ടാക്കി അതിലേക്ക് ഒരു പുതിയാപ്പിള വരണ കാലമാകുമ്പോ എന്തിനാ ഇങ്ങനെ ഒരു വിവാഹ ധൂർത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യം പറയുക, കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല. നമ്മളൊക്കെ നെൽക്കതിരിന്റെ കതിരിലാണ് വളം വെക്കുക, അതുകൊണ്ട് കാര്യമില്ല. ചുവട്ടിലാണ് വളമിടുന്നത്. ആദ്യം ഖുർആൻ അള്ള പറയുകയാണ്, വിവാഹം അള്ളാഹു തീരുമാനിച്ചതാണ്. സ്വർഗത്തിൽ മുതലേ വിവാഹമുണ്ട്. എന്തിനാണ് നിങ്ങൾ വിവാഹം കഴിക്കുക? 25 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടി കൂടെ വേണം, അല്ലെങ്കിൽ 16 വയസ്സായ ഒരു പെൺകുട്ടിക്ക് പിന്നീട് ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഒന്നിച്ച് ജീവിക്കണം. വിവാഹത്തിന്റെ വിവക്ഷ എന്താണ്? എന്താ കല്യാണം കഴിക്കുക? മക്കളുണ്ടാവാൻ. അതിനിപ്പോ അത് കഴിക്കണമെന്ന് തന്നെ ഉണ്ടാ. എന്താ മോക്കവൻ 4-ാം ക്ലാസ് കഴിഞ്ഞിട്ടില്ല. എന്തിനാണ്? ഇവിടെയാണ് പ്രശ്നം. ഞാനിത് ചോദിച്ചും പറഞ്ഞു നോക്കി നിൽക്കുന്നത്. നമ്മൾ തമ്മിലൊരു പരിചയമില്ല. ഇപ്പൊ പെട്ടെന്ന് പരിചയമാവും. സദസ്സ് ഞാനും തമ്മിലുള്ള ഒരു അകലം ഇല്ലാതാവും. അതായി ചോദിച്ചും പറഞ്ഞു നോക്കി നിൽക്കുക, ഉറക്കവും ഇല്ലാതാവും. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ജനപ്പെരുപ്പത്തിനല്ല. എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? എന്തിനാണ്? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, മോനെ, നിന്റെ ജീവിതത്തിൽ ഒരു ഇണ വേണമെന്ന് അള്ളാഹു തീരുമാനിച്ചത് ലിയസ്കുന ഇലൈഹാ, നിന്റെ ഹൃദയത്തിന് സമാധാനമുണ്ടാവാനാണ്. നിന്റെ ഹൃദയത്തിന് സമാധാനമുണ്ടാവാനാണ്.
അള്ളാഹു പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവാനാണ്. ഒരു ഭാര്യ നിന്റെ ജീവിതത്തിൽ എന്തിനാ? ഒരു ഭർത്താവ് നിന്റെ ജീവിതത്തിൽ എന്തിനാ? ആകുലതകളും വ്യാകുലതകളും വേപതുകളും വിഹ്വലതകളും വിഭ്രാന്തികളും നിന്റെ വ്യതകളും നിന്റെ വ്ലതകളും നിന്റെ ദുഃഖവും നിന്റെ പ്രയാസവും നിന്റെ കണ്ണുനീരും നിന്റെ സങ്കടവും എല്ലാം ഇറക്കി വെക്കാൻ, നിന്റെ ജീവിതത്തിൽ ഭർത്താനി ഉണ്ടാവാൻ, നിന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവാനാണ് അള്ളാഹു നിന്നോട് വിവാഹം ചെയ്യാൻ പറഞ്ഞതെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ.